ഓമച്ച, ഇത് എൻ്റെ കുഞ്ഞിനുള്ള അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. കുഞ്ഞിൻ്റെ സ്റ്റോറി. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് ഫെബ്രുവരി 6, 2022 അച്ഛയും അമ്മയും കല്യാണം കഴിച്ചത് അന്ന്. അങ്ങനെ അച്ഛയും അമ്മ ഹാപ്പി ആയിട്ടിരിക്കെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ദൈവത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു. ഇതായിരുന്നു ആ മെസ്സേജ്, ഓമച്ച എന്താ വരണോ എന്നുള്ളത്. അങ്ങനെ അമ്മ നവമച്ചന് വേണ്ടി പ്രിപ്പയർഡായി. ഡേ ബൈ ഡേ നവമച്ചൻ്റെ ഓരോ സ്റ്റേജും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു നവമച്ചൻ്റെ ഓരോ സ്റ്റേജും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിച്ചാലും അമ്മ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ടോ നവമച്ചന് വേണ്ടിയിട്ട് ഡേ ബൈ ഡേ. ഓക്കെ, ഫസ്റ്റ് മൂമെൻ്റ് ഇങ്ങനെയായിരുന്നു. അങ്ങനെ അമ്മ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. ഗ്രാജുവലി അമ്മയുടെ വയറ് വലുതായി രാമച്ചൻ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ആ ഡേ വന്നു. രാമച്ചൻ ജനിക്കാൻ പോവാ. അങ്ങനെ അമ്മ അതെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അമ്മ ആക്ച്വലി കുറച്ച് വേദനയൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നവമച്ചനെ കാണാൻ. അമ്മയ്ക്ക് മോർ ദാൻ 24 hours വേദന അനുഭവിക്കേണ്ടി വന്നെങ്കിലും അമ്മ ഫൈനലി ഹാപ്പി ആയതെപ്പോഴാണെന്നറിയോ? ഈ ഫേസ് കണ്ടപ്പോഴാട്ടോ. അമ്മയ്ക്ക് ഫസ്റ്റ് നടക്കാനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നീന്തി വലിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ വന്ന് കാണുന്ന ഫസ്റ്റ് സീനാണ് ഇത്. നോക്കി, ഇങ്ങനെയായിരുന്നു നീ. അങ്ങനെ ഹോസ്പിറ്റലിൽ വിടാനുള്ള ടൈമായി. ഹോസ്പിറ്റലിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും നവമച്ചനൊരു വൈറ്റ് ഡ്രസ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അച്ഛയും ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പിയാണ്. കണ്ടോ, അച്ഛൻ ഫ്രണ്ടിൽ നടക്കുക അമ്മയെ കൂട്ടാണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. കുഞ്ഞിന് ഊഞ്ഞാലാടാൻ ഊഞ്ഞാല്. ഇതായിരുന്നു അച്ഛൻ്റെ കൂടെയുള്ള നിന്റെ ഫസ്റ്റ് സ്ലീപ്പ്. പിന്നെ നമ്മുടെ കുഞ്ഞി മെമ്മറീസ്, ഫോട്ടോഷൂട്ട്. എൻ്റെ പൊന്നേ, നമ്മൾ കുഞ്ഞിൻ്റെ 28th ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഫോട്ടോ കണ്ടോ നീ? പിന്നെ അമ്മമ്മ നീ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിന്റെ സെക്കൻഡ് മദറാണ്. എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തന്നത് അമ്മമ്മയാ. നിന്റെ ഫസ്റ്റ് പാസ്പോർട്ട് ഫോട്ടോ അമ്മയച്ഛനും കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതെടുക്കാൻ. നമ്മുടെ ഫസ്റ്റ് ഔട്ടിങ്. അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കൂടെ ഫുൾ ടൈം ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല വെച്ചാലും അമ്മ ഹാപ്പി ആയിരുന്നത് പുതിയ ഉടുപ്പിട്ടിട്ടും കണ്ണെഴുതിയും പൊട്ടുതൊട്ടും ഒക്കെ തരുമ്പോഴായിരുന്നു. ഇത് ഓർമ്മയുണ്ടോ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയത്? അവിടെ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഓരോ മൂമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തത് ഓർമ്മയുണ്ടോ? 5th month. ഇത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോണാണ് കമിഴുന്നത്. പിന്നെ അമ്മ എപ്പോഴും ഒരു പാട്ട് പാടിത്തരുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇല്ലേ കുട്ടിയാകുമ്പോൾ അമ്മയ്ക്ക് ആ പാട്ട് പാടിത്തരണേ. ഇപ്പോഴും അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഓർത്തേ എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കമ്മലിടല്, കുണുക്കിട്ട നൗമി, അടുത്ത ഫോട്ടോഷൂട്ട് എൻ്റെ കുഞ്ഞി തമ്പുരാട്ടി, നാട്ടിൽ പോയി നമ്മുടെ കാറിൽ നമ്മൾ പോകുന്നത്, കുഞ്ഞിൻ്റെ ആദ്യത്തെ വിഷു. ഈശ്വര, കൃഷ്ണനെ കണിയേണ്ടത് ഓർക്കുന്നുണ്ടോ? അമ്മമ്മ തുന്നി തന്ന പട്ടുപാവാടയും പാലക്കാമാലയും ഒക്കെ ഇട്ട് ഒരുങ്ങിയ സുന്ദരി കുട്ടി. പിന്നെ അച്ഛയുടെ കൂടെയുള്ള കുറുമ്പാണ്. അച്ഛനെ നല്ല ഉപദ്രവിക്കുമായിരുന്നു, മാന്തുമായിരുന്നു, കടിക്കായിരുന്നു. പിന്നെ അമ്മ വരച്ച ചിത്രം നോക്കി നീ ചിരിക്കുന്നത് കേട്ടോ. ആ ചിത്രം ഞാൻ എടുത്തു വെക്കേ. ഓക്കെ, ഇതെൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പല്ല് വന്നപ്പോൾ കാണിക്കണ ഇക്രസോളാണ്. നമ്മുടെ ആദ്യത്തെ ഓണം. പട്ടുപാവാട കേട്ടോ, സുന്ദരി. ഓക്കെ, എന്ത് രസമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ഓണസദ്യ ഉണ്ടത്, കൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനായി ഒരുങ്ങിയത്. ഇത് രസമായിരുന്നു എന്നറിയാം നമ്മുടെ കുട്ടീനെ കാണാൻ. കുറഞ്ഞ സമയത്ത് അമ്മ 1 year ജേണി പറഞ്ഞു തീർത്തു. ഇനി അങ്ങോട്ട് അമ്മയുടെ മുത്തിന് 1000 ജന്മദിനാശംസകൾ അമ്മ നേരുന്നു. ഓക്കെ, അപ്പൊ അമ്മയുടെ മുത്തിന് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ.